ബോട്ടണിയിലെ രണ്ടാമത്തെ അധ്യായം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. പുഷ്പിക്കുന്ന സസ്യങ്ങളിലെ പ്രത്യുൽപാദന രീതി. നമുക്കറിയാം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതിലേക്ക് വേണ്ടിയാണ് സാധാരണ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് അവയുടെ അടുത്ത തലമുറ ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. ആ പൂക്കളിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ സ്റ്റേമൻ എന്നത് ആന്ത്രിഷ്യത്തിലെ ഒരു ഭാഗം. പൂവിൻ്റെ സ്ട്രക്ചർ നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ഇയർ വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, ഒരു പൂവിന് ഏതെല്ലാം ഭാഗങ്ങൾ ഉണ്ട് എന്ന്. അതിന് എസെൻഷ്യൽ വേർഡ്സും ഉണ്ട്, നോൺ എസെൻഷ്യൽ വേർഡ്സും ഉണ്ട്. അപ്പൊ എസെൻഷ്യൽ വേർഡ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. ഇപ്പൊ നോൺ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ കാലിക്സും കൊറോളയും. അപ്പൊ ഈ കാലിക്സും കൊറോളയും ആ പൂ വിരിഞ്ഞ് അതിൻ്റെ പോളിനേഷൻ നടന്നതിന് ശേഷം അത് ഒഴിഞ്ഞു പോയാലും വിഷയമില്ല. പക്ഷേ അതിലെ അത്യാവശ്യം വേണ്ട ഘടകങ്ങളായ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ആ പ്രത്യുൽപാദനത്തിന് വേണ്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ്. അപ്പൊ അതിലെ ആൻഡ്രീഷ്യത്തിലെ ഇൻഡിവിജ്വൽ യൂണിറ്റായ സ്റ്റെയ്മൻ, അതിലേതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ഒരു ചെമ്പരത്തി പൂവിൻ്റെ ആൻഡ്രീഷ്യം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സ്ട്രക്ചർ കാണുവാനായിട്ട് സാധിക്കും. അതായത് മഞ്ഞ പൂമ്പടി വരുന്ന ആ ഭാഗത്തെ സ്ട്രക്ചർ എടുത്ത് വെച്ച് പരിശോധിക്കുക. അപ്പോൾ അതിലൊരു നീളമുള്ള തണ്ട് പോലുള്ളൊരു ഭാഗം ഉണ്ടായിരിക്കും. ആ തണ്ട് പോലുള്ള ഭാഗത്തെ നാം എന്ത് വിളിക്കുന്നു? ഫിലമെന്റ് എന്ന് പറയുന്നു. ആ ഫിലമെന്റിന്റെ ടിപ്പിൽ അഗ്രഭാഗത്തായിട്ട് നിങ്ങൾക്ക് ആ ബൾജ്ഡ് ആയിട്ടുള്ളൊരു പോർഷൻ കാണുവാനായി സാധിക്കും. അതിനെ നാം വിളിക്കുന്ന പേര് ആന്തർ എന്നാണ് വിളിക്കുന്നത്. ആന്തർ. പ്രത്യേകിച്ചും മെജോറിറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന ഈ ആന്തറിന്റെ പ്രത്യേകത, ഈ ആന്തറിനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ബൈലോബ്ഡ് നേച്ചർ. രണ്ട് ലോബുകളുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വീക്ഷിക്കുവാൻ സാധിക്കും. In each lobe we can see two theca. ഓരോ ലോബും നിങ്ങൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് തീക്ക വീതം ഉള്ളതായി കാണുവാൻ സാധിക്കും. അപ്പോൾ രണ്ട് തീക്ക ഉള്ളതിനാൽ അപ്പോൾ അത്തരത്തിലുള്ള ആന്തറിനെ നാം വിളിക്കുന്ന പേര് ഡൈത്തീക്കസ് ആന്തർ എന്നാണ് വിളിക്കുന്നത്. ഡൈത്തീക്കസ് ആന്തർ. ഇനി ഈ ആന്തർ എന്ന് പറയുമ്പോൾ അതിന്റെ ക്രോസ് സെക്ഷൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആന്തറിനെ ഒരു ബ്ലേഡ് കൊണ്ട് നിങ്ങൾ കുറുകെ മുറിച്ച് ജസ്റ്റ് ഒന്ന് വീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ബട്ടർഫ്ലൈ പോലുള്ള ഒരു രൂപം, അതായത്
4 കോർണറുകളിലായി 4 സോളൻ റീജിയൻ ഇതുപോലെ കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ 4 വശങ്ങൾ, പ്രത്യേകിച്ച് 4 ബൾജിലായിട്ടുള്ള റൗണ്ടായിട്ടുള്ള പോർഷൻ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെ നാം വിളിക്കുന്ന പേരാണ് ടെട്രാഗോണൽ. അപ്പോൾ ഇത്തരത്തിലുള്ള നേച്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് ടെട്രാഗോണൽ. അപ്പോൾ ഇതിൽ ധാരാളം പോളൻ ഗ്രെയിൻസ് അതിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഓരോ ബൾജുലാർ റീജിയണിലും ഇതുപോലെ ഒരു ഭാഗത്ത് സാക്ക് ലേക്ക് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും. സഞ്ചി പോലുള്ള ഭാഗം 1 2 3 4. അപ്പൊ ഇത്തരത്തിൽ 4 വശങ്ങളിലായിട്ട് 4 സഞ്ചികൾ കാണാനായിട്ട് സാധിക്കും. അതേ സാക്ക് ലേക്ക് സ്ട്രക്ചർ ആണ്. അപ്പൊ അതിനെ നാം വിളിക്കുന്ന പേരെന്താണ്? പോളൻ സാക്സ് എന്നാണ് പറയുന്നത്. പോളൻ സാക്സ്. അപ്പൊ ഇൻസൈഡ് ദ പോളൻ സാക്സ് വി ക്യാൻ സീ പോളൻ ഗ്രെയിൻസ്. ഇതിനകത്ത് ഈ പോളൻ സാക്കുകൾക്കുള്ളിൽ നമുക്ക് എന്ത് കാണുവാനായി സാധിക്കും? പോളൻ ഗ്രെയിൻസ് കാണുവാനായി സാധിക്കും. ഇനി ഈ ഓരോ ലോബുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പ്രത്യേകിച്ചും മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയും. ഓരോ കോർണറിലും 2 വീതമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ നോക്കിക്കോളൂ. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 2, ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 2. അപ്പോൾ ഇത്തരത്തിൽ മൈക്രോസ്പൊറാഞ്ചികൾ ഓരോ ലോബിനുള്ളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ മൈക്രോസ്പൊറാഞ്ചിക്കുള്ളിലായിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആ പോളൻ ഗ്രെയിൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നത് സഞ്ചി പോലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളൻ സഞ്ചി, പോളൻ സാക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയേണ്ടത് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 4 കോർണറുകളിലായിട്ട് 4 പോളൻ സാക്കുകൾ കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഈ ഒരു കോർണറിലെ സ്ട്രക്ചർ ഞാൻ എൻലാർജ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 4 ലെയറുകൾ ഉള്ളതായി കാണുവാനായി സാധിക്കും. 4 ലെയറുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിഡെർമിസ്, then endothelium, then middle layers, then tapetum. ഇങ്ങനെയുള്ള 4 ലെയറുകൾ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെയും കുറുകെയുള്ള സെക്ഷൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായി സാധിക്കും. ഈ പുറമേ കാണുന്ന 3 ലെയറുകൾ, അതായത് ഔട്ടർ 3 ലേയേഴ്സ്, ദാറ്റ് ഈസ് എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം ആൻഡ് മിഡിൽ ലേയേഴ്സ്. ഈ 3 ലെയറുകളും എന്ത് ഫങ്ഷൻ പെർഫോം ചെയ്യുവാണെന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ ഹെൽപ്പ് ഇൻ ഡെഹിസൻസ് ഓഫ് ആന്തർ ടു റിലീസ് പോളൻ ഗ്രെയിൻ. പോളൻ ഗ്രെയിൻ സംരക്ഷണം നൽകുന്നു. അതുപോലെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസ് പൊട്ടി, അതായത് ഡിഹൈസ് ചെയ്ത് പോകുന്നതിലേക്ക് വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ഈ 3 ലെയറുകളുടെയും ധർമ്മം. ഓക്കെ, ഇനി ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ലെയർ നോക്കൂ. ദിസ് ഇസ് ടപ്പീറ്റം. ഈ ടപ്പീറ്റം എന്ന ലെയർ
എന്തിനു വേണ്ടി സഹായിക്കുന്നു? വിച്ച് ഇസ് മെന്റ് ഫോർ നറിഷ്മെന്റ്. ഇത് ഡെവലപ്പ് ചെയ്തു വരുന്ന പോളൻ ഗ്രെയിൻസിന് വേണ്ടിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഈ പാളയുടെ ധർമ്മം. Tapetum is the innermost layer which provide nourishment to the developing pollen grains. Okay, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോളൻ ഗ്രെയിൻസിന് വേണ്ട ആഹാര പദാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുകയാണ് ഈ ടപ്പീറ്റം എന്ന പാളയുടെ ധർമ്മം. ഈ ടപ്പീറ്റൽ ലെയറിൽ കാണപ്പെടുന്ന സെല്ലുകളുടെ പ്രത്യേകത, അവയിൽ ധാരാളം സൈറ്റോപ്ലാസം കാണപ്പെടും. അതുപോലെ തന്നെ ജനറലായിട്ട് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസും കാണപ്പെടും. ഓക്കെ, the tapetal cells possess abundant cytoplasm or dense cytoplasm and have more than one nucleus. ധാരാളം സൈറ്റോപ്ലാസവും അതുപോലെ തന്നെ ന്യൂക്ലിയസും ഒന്നിൽ കൂടുതൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ആന്തർ യങ്ങായിരിക്കുമ്പോൾ ഒരു കൂട്ടം കോമ്പാക്ട്ലി അറേഞ്ച്ഡ് സെൽസ് കാണപ്പെടാറുണ്ട്. ഓരോ മൈക്രോസ്പൊറാൻഷ്യത്തിൻ്റെയും സെന്ററിൽ വളരെ തിങ്ങി ഞെരുങ്ങി ക്രമീകരിച്ചിട്ടുള്ള ഹോമോജീനസ് ആയിട്ടുള്ള സെൽസ്, ഒരേപോലുള്ള സെൽസ് ഓരോ മൈക്രോസ്പൊറാൻഷ്യത്തിനകത്തും കാണപ്പെടാറുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂവിനെ പറയുന്ന പേര് എന്താണെന്ന് അറിയാമോ? സ്പോറോജീനസ് ടിഷ്യൂ എന്നാണ് പറയുന്നത്. സ്പോറോജീനസ് ടിഷ്യൂ. അപ്പൊ ഈ സ്പോറോജീനസ് ടിഷ്യൂ നിന്ന് ഉള്ള കോശങ്ങൾ എന്ത് ചെയ്യുന്നു? ഡിവിഷന് വിധേയമാകും, വിഭജനത്തിന് വിധേയമാകും. പ്രത്യേകിച്ചും എന്ത് തരത്തിലുള്ള വിഭജനമാണെന്നറിയാമോ? ഡിപ്ലോയിഡ് സെല്ലുകളായിരിക്കും ഇവയിൽ കാണപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഡിപ്ലോയിഡ് സെല്ലുകളിൽ കാണപ്പെടുന്ന അതേ ക്രോമസോം നമ്പർ അല്ല നമുക്ക് ഗാമീറ്റുകളിൽ കിട്ടേണ്ടത് നമുക്കറിയാം. സോ what kind of division is normally taking place in diploid sporogenous mother cells? ഈ സ്പോറോജീനസ് മദർ സെല്ലുകളിൽ കാണപ്പെടുന്ന ക്രോമസോം സംഖ്യ പകുതിയായി കുറയുന്നതിലേക്ക് വേണ്ടി എന്തുതരം വിഭജനമായിരിക്കും നടക്കുക? മിയോട്ടിക് ഡിവിഷൻ, അതായത് ഊനഭംഗമാണ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മിയോട്ടിക് ഡിവിഷന്റെ ഫലമായിട്ട് കിട്ടുന്ന കോശങ്ങൾ 4 ലഭ്യമാകും. ആ 4 ഒരുമിച്ച് കാണപ്പെടുന്നുണ്ട്. ഈ ഒരുമിച്ച് കാണപ്പെടുന്ന ഈ 4 സെല്ലുകളെയും നമ്മളൊരു പ്രത്യേക പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്. എന്താണെന്നറിയാമോ? മൈക്രോസ്പോർ ടെട്രാഡ്. എന്താണ്? മൈക്രോസ്പോർ ടെട്രാഡ് എന്നാണ് പറയുന്നത്. ഇനി ഈ മൈക്രോസ്പോർ ടെട്രാഡിൽ കാണപ്പെടുന്ന ഓരോ സെല്ലും എന്ത് ആയി മാറുന്നുണ്ട്? പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നുണ്ട്. അതായത് മൈക്രോസ്പോർ മദർ സെൽ എന്നും വിളിക്കും. ഓക്കെ, ഈച്ച് സെൽ ഇൻ പോളൻ ടെട്രാഡ് ഇസ് പൊട്ടൻഷ്യൽ പോളൻ ഓർ മൈക്രോസ്പോർ മദർ സെൽ. ഇനി ഈ മൈക്രോസ്പോർ മദർ സെൽ പോളൻ മദർ സെല്ലിൽ നിന്ന് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ആ പ്രോസസ്സിന് നമ്മളൊരു പ്രത്യേക പേര് പറഞ്ഞാണ് വിളിക്കാറുള്ളത്. അതായത് മൈക്രോസ്പോറോജെനസിസ് എന്ന് പറയും. അതിന്റെ ഡെഫിനിഷൻ ഒരിക്കൽ പറയാം: the process of formation of
microspores from pollen mother cell through meiosis is called microsporogenesis. അപ്പോൾ പോളൻ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് മിയോസിസ് വഴി രൂപപ്പെടുന്ന ആ പ്രക്രിയയെ നമ്മളൊരു പ്രത്യേക പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്, മൈക്രോസ്പോറോജെനസിസ്. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് microspores from a pollen mother cell through meiosis is called microsporogenesis. ഇനി ഈ മൈക്രോസ്പോർസ് ഡെവലപ്പ് ചെയ്ത് ക്ലസ്റ്റർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓരോ ക്ലസ്റ്ററിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 സെല്ല് വീതമായിരിക്കും കാണപ്പെടുന്നത്. ആ 4 സെല്ല് വീതം കാണപ്പെടുന്ന ആ ഒരു ഘട്ടത്തെ നാം വിളിക്കുന്ന പേരാണ് എന്തോന്ന്? മൈക്രോസ്പോർ ടെട്രാഡ്. മൈക്രോസ്പോർ ടെട്രാഡ് എന്നാണ് പറയുന്നത്. ഇനി ഈ ആന്തർ മെച്ചുർ ആകുമ്പോൾ ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്യുകയും, ഡീഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ വാട്ടർ കണ്ടന്റ് കുറയുകയും, അതുപോലെ ഈ മൈക്രോസ്പോർസ് എന്ത് ചെയ്യുന്നു? ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഡിസോസിയേറ്റ് ചെയ്ത് എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഓരോ മൈക്രോസ്പൊറാൻഷ്യത്തിനുള്ളിൽ ധാരാളം പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യപ്പെടും. ആയിരക്കണക്കിന് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ ഫോം ചെയ്തു വരുന്ന ഈ പോളൻ ഗ്രെയിൻസ് ഈ ഡിഹൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ട്, പൊട്ടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പോളൻ ഗ്രെയിൻസ് ഈ ആന്തർവാള് പൊട്ടി പുറത്തേക്ക് എന്ത് ചെയ്യുന്നു? സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. ഇത്തരത്തിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പോളൻ ഗ്രെയിൻസിനെയാണ് പല ഏജന്റ് വഴി പോളിനേഷൻ നടക്കേണ്ട സൈറ്റിലേക്ക് എത്തിക്കുന്നത്. അതായത് ചെമ്പരത്തിപ്പൂവിൻ്റെ വിരിഞ്ഞു കഴിയുമ്പോൾ അതിൽ ആൻഡ്രഷ്യത്തിൽ നമ്മൾ കൈവയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ധാരാളം പൂമ്പൊടി പറ്റിപ്പിടിക്കും. മഞ്ഞ നിറത്തിലുള്ള പൂമ്പൊടി ധാരാളം പറ്റിപ്പിടിച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഈ പൂമ്പൊടിയാണ് എന്ത് ചെയ്യുന്നത്? പോളിനേഷന് വേണ്ടിയിട്ട്, അതായത് പരാഗണത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. which is transmitted through pollination with the help of several agents like living or non-living factors. ജീവനുള്ള അല്ലെങ്കിൽ ജീവനില്ലാത്ത ഘടകങ്ങളുടെ സഹായത്താൽ ഈ പോളൻ ഗ്രെയിൻസ് പരാഗണ സ്ഥലത്തേക്ക്, അതായത് പോളിനേഷൻ സൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? എത്തിച്ചേരുന്നു. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിച്ച് വയ്ക്കുക. സ്റ്റെയ്മെൻ്റെ സ്ട്രക്ചർ, ദെൻ സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാൻഷ്യം. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി. ദെൻ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറാണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻ. ഈ പോളൻ ഗ്രെയിൻ എന്നത് മെയിൽ ഗാമിറ്റോഫൈറ്റ. ഈ പോളൻ ഗ്രെയിൻ നമുക്ക് പല പൂക്കളിലും അതിൻ്റെ പുറം ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യാത്തക്ക തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം
ഇത്തരത്തിൽ എക്സ്പോസ് ചെയ്തിരുന്നാൽ മാത്രമേ പോളിനേറ്റിംഗ് ഏജൻസിന് വേഗം ഇവയെ സ്പ്രെഡ് ചെയ്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മിക്കവാറും ഈ പോളൻ ഗ്രെയിൻസ് സ്ഫെറിക്കൽ ഷേപ്പാണുള്ളത്. അവയ്ക്ക് 25 to 50 മൈക്രോമീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ ഉണ്ടായിരിക്കും. അവിടെ സൈസ് എന്ന് പറയുന്നത് 25 മുതൽ 50 മൈക്രോമീറ്റേഴ്സ് ആയിരിക്കും ഇവയുടെ സാധാരണ സൈസ്. ഈ പോളൻ ഗ്രെയിനെ നമ്മൾ ഒരു ഡ്രോപ്പ് വെള്ളത്തിൽ സ്പ്രെഡ് ചെയ്യിച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇവയുടെ ആർക്കിടെക്ചർ നമുക്ക് കാണാൻ അതിമനോഹരമായിരിക്കും. പല ഷേപ്പിലുള്ള, പല ഡിസൈനിലുള്ള മനോഹരമായ പോളൻ ഗ്രെയിൻസിന് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണുവാൻ കഴിയും. ഈ പോളൻ ഗ്രെയിൻസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ലേയേഴ്സ് ഉള്ളതായി കാണുവാൻ സാധിക്കും. ഔട്ടർ ലെയറിനെ വിളിക്കുന്ന പേര് എക്സൈൻ ആൻഡ് ദ ഇന്നർ ലെയർ ഈസ് നോൺ ആസ് വാട്ട്? ഇൻറ്റൈൻ. ഏറ്റവും പുറമേയുള്ള പാളിയെ എക്സൈൻ എന്നും ഉള്ളിലുള്ള പാളിയെ ഇൻറ്റൈൻ എന്നാണ് വിളിക്കുന്നത്. The exine is made up of one chemical substance which is known as sporopollenin. ഈ എക്സൈൻ നിർമ്മിച്ചിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് sporopollenin, which live in some regions which are known as germ pores. അപ്പോൾ ഈ എക്സൈനില് സ്പോറോപോളനിന് ഇല്ലാത്ത ചില തിൻ റീജിയൻസ് ഉണ്ടാവും. ആ തിൻ റീജിയൻസിനെ വിളിക്കുന്ന പേരാണ് germ pore through which pollen tube grows out. ഈ ഭാഗം വഴിയാണ്, germ pore വഴിയാണ് പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ആ ഗാമീറ്റുകളെയും മേൽ ന്യൂക്ലിയയും വഹിച്ചുകൊണ്ട് പോളൻ ട്യൂബ് പുറത്തേക്ക് വളർന്ന് വരുന്നത്. ദെൻ ഇൻറ്റൈൻ എന്ന് പറയുന്ന റീജിയൻ which is seen inside the exine made up of 2 substance, cellulose and pectin. സെല്ലുലോസും പെക്റ്റിനും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഉള്ളിലുള്ള പാളിയായ ഇൻറ്റൈൻ. ഓക്കെ, ഇനി ഇൻറ്റൈൻ ഉള്ളിൽ there is another thin membrane which encloses the cytoplasm and nucleus. അപ്പോൾ ഈ ഇൻറ്റൈനുള്ളിൽ സൈറ്റോപ്ലാസം കാണപ്പെടുന്നുണ്ട്. ആ സൈറ്റോപ്ലാസത്തിനകത്ത് ന്യൂക്ലിയകൾ കാണപ്പെടുന്നുണ്ട്. ഈ സൈറ്റോപ്ലാസത്തിൽ ഒന്ന് വിശദമായി പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ we can see what 2 cells, 2 സെല്ലുകളെ കാണുവാനായിട്ട് സാധിക്കും. One is vegetative cell, second one is generative cell. Okay, അപ്പോൾ ഈ പോളൻ ഗ്രെയിനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 സെല്ലുകളുള്ളതായി കാണുവാൻ സാധിക്കും. ഒന്ന് വെജിറ്റേറ്റീവ് സെൽ, രണ്ടാമത്തേത് ജനറേറ്റീവ് സെൽ. ഇതിൽ വെജിറ്റേറ്റീവ് സെല്ലിന്റെ സൈസ് ഒന്ന് നോക്കിക്കേ. ഈ സെല്ലിന്റെ സൈസ് കൂടുതലാണ്. ജനറേറ്റീവ് സെല്ലിന്റെ സൈസ് നോക്കിക്കോ, അതിന്റെ സൈസ് കമ്പാരിറ്റീവ്ലി ലെസ്. അപ്പോൾ ഈ ഓരോ സെല്ലിലും, വെജിറ്റേറ്റീവ് സെല്ലിലായാലും ജനറേറ്റീവ് സെല്ലിലായാലും ഓരോ ന്യൂക്ലിയസ് വീതം കാണപ്പെടുന്നു. ഓക്കെ, ഇനി സാധാരണ നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന about 60% of plants, the pollen grains are mainly shed in this 2-celled stage. ഇത്തരത്തിലുള്ള 2 സെല്ലുള്ള സ്റ്റേജിലായിരിക്കും, ഘട്ടത്തിലായിരിക്കും പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നത്? ഡിഹൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ദ റിമൈനിങ് പ്ലാന്റ്സ്, ബാക്കിയുള്ള ചെടികളിൽ ദ ജനറേറ്റീവ് സെൽ, ഈ ജനറേറ്റീവ് സെല്ലിന് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അതിലെ ന്യൂക്ലിയസ്
വീണ്ടും എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ രണ്ട് മെയിൽ ഗാമീറ്റുകൾ കൂടി ഫോം ചെയ്യും. ഓക്കെ, in remaining plants the generative cell divides into two male gametes. Okay, in such a way that the shed in three-celled stage. അത്തരത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പോളൻ ഗ്രെയിൻസ് എത്ര സെല്ലുടെ സ്റ്റേജിലായിരിക്കും ഡിഹൈസ് ചെയ്യുന്നത്? 3 സെല്ലുള്ള കണ്ടീഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി പോളൻ ഗ്രെയിൻസ് പല തരമുണ്ട്. അവയിൽ പ്രത്യേകിച്ചും അലർജി ഉണ്ടാക്കുന്ന പോളൻ ഗ്രെയിൻസ് ആണ് കാണുന്നത്. ഇവ ബ്രോങ്കിയൽ അഫ്ലിക്ഷന് വിധേയമാവുകയും അങ്ങനെ ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ചും പാർത്തീനിയം എന്ന ചെടി, അവയെ നമ്മൾ വേറൊരു പേര് പറഞ്ഞ് വിളിക്കാറുണ്ട്, ക്യാരറ്റ് ഗ്രാസ്. അപ്പോൾ വഴിയോരങ്ങളിൽ റോഡിന്റെ ഇരുവശങ്ങളിലും പ്രത്യേകിച്ചും തമിഴ്നാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോൾ റോഡിന്റെ ഇരുവശവും വെള്ള നിറത്തിലുള്ള ഏകദേശം ജമന്തിയുടെ ഇല പോലെ നിൽക്കുന്ന ചെടിയാണ്. ഇതിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന പോളൻ ഗ്രെയിൻസ് എന്തിന് കാരണമാകുമെന്നറിയാമോ? നാം ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടാകും. ഈ അലർജി മൂർധന്യാവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ആസ്മ പോലുള്ള രോഗത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ ഇത്തരത്തിൽ ചില പോളൻ ഗ്രെയിൻസ് ദോഷകരമായിട്ടുള്ളവയും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അക്കേഷ്യ, അതുപോലെ തന്നെ മാൻഷ്യം. പ്രത്യേകിച്ചും അക്കേഷ്യ പൂക്കുന്ന സമയത്ത് ധാരാളം പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുകയും ഈ റിലീസ് ചെയ്യപ്പെടുന്ന നിമിത്തം ചിലർക്ക് അലർജി ഉളവാക്കുകയും ചെയ്യും. മറ്റൊരു ഗുണമെന്ന് പറയുന്നത് പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ധാരാളം പോഷകഘടകങ്ങൾ അടങ്ങിയ വസ്തുവാണ് ഈ പോളൻ ഗ്രെയിൻ എന്നത്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം ഈ യൂസ്ഫുൾ നേച്ചർ മനസ്സിലാക്കിക്കൊണ്ട് ഈ പോളൻ ഗ്രെയിൻസിനെ എല്ലാം കളക്ട് ചെയ്ത് അവയെ ടാബ്ലറ്റ് ആയിട്ട് മാർക്കറ്റിൽ ലഭ്യമാക്കുന്നു. അപ്പോൾ ഇവ നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എനർജറ്റിക് അവസ്ഥ ലഭ്യമാകുവാൻ ഇത് ഉതകുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ pollen tablets and syrups are available in markets which are mainly essential for the stimulation of sportsmen. അതുപോലെ തന്നെ അത്ലറ്റ്സിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി ഈ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം ആക്റ്റീവായിട്ട് നിലകൊള്ളും എന്നുള്ളതാണ് അതിൻ്റെ വയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത്. ഈ വയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഓരോ ചെടിക്ക് അനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കും. നോർമലായിട്ട് ഈ റൈസ്, അതുപോലെ വീറ്റ് തുടങ്ങിയ ചെടികളിൽ ഈ പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് 30 മിനിറ്റാണ്. അത് റിലീസ് ചെയ്തതിന് ശേഷം 30 മിനിറ്റിന് ഉള്ളിൽ അതിൻ്റെ ഗൈനീഷ്യത്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ, സ്റ്റിഗ്മയിൽ എത്തിച്ചേർന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവയിൽ നിന്ന് പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ, ഫങ്ഷണലായി തീരുകയുള്ളൂ. അല്ല എങ്കിൽ അത് വേസ്റ്റായി മാറുകയും ചെയ്യും.
അതുപോലെ തന്നെ മറ്റു ചില ഫാമിലികളിൽപ്പെട്ട പ്രത്യേകിച്ചും റോസേസിയെ, റോസ ചെടി വരുന്ന കുടുംബം, ലെഗുമിനേസിയെ, പയർ ചെടി വരുന്ന കുടുംബം, അതുപോലെ തന്നെ സൊളനേസിയെ, കത്തിരി, വഴുതന ഇവ വരുന്ന കുടുംബം. ഇവയിലെ പോളൻ ഗ്രെയിൻസിൻ്റെ അവൈലബിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് മാസങ്ങളോളം നമുക്ക് നിലകൊള്ളുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പോളൻ ഗ്രെയിൻസിനെ മനുഷ്യരിലും മറ്റു മൃഗങ്ങളിലെയും സെമൻ നമ്മൾ കൃത്രിമമായി സ്റ്റോർ ചെയ്യുന്നത് പോലെ നമുക്ക് ഇവയും എന്ത് ചെയ്യാൻ സാധിക്കും? കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യൽ പോളിനേഷന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. മൃഗങ്ങളുടെ എല്ലാം സ്പേം, അതുപോലെ തന്നെ മനുഷ്യരുടെ സ്പേം എല്ലാം നാം കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. സ്റ്റോർ ചെയ്ത് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള സ്പേമുകളെ കളക്ട് ചെയ്ത് ഫ്യൂസ് ചെയ്യിച്ച് സൈഗോട്ട് ഉണ്ടാക്കി ആർട്ടിഫിഷ്യൽ എംബ്രിയോ ഉണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഉപകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പോളൻ ഗ്രെയിൻസിനെയും എന്ത് ചെയ്യാൻ സാധിക്കും? ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ -196 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും പോളൻ ബാങ്കുകളിൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മളൊരു പ്രത്യേക പേര് പറഞ്ഞാണ് വിളിക്കുന്നത്. എന്താണ്? ക്രയോ പ്രിസർവേഷൻ. ദ പ്രോസസ് ഓഫ് പ്രിസർവേഷൻ ഓഫ് pollen grains in liquid nitrogen under -196 degree Celsius in specialized environments, okay, for artificial pollination, especially in crop breeding programs. ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാമുകളിലേക്ക് വേണ്ടി നമ്മൾ കൃത്രിമമായിട്ട് പോളിനേഷൻ നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെ പോളൻ ഗ്രെയിൻസിനെ നാം എന്ത് ചെയ്യുന്നത്? പൂക്കുന്ന സമയത്ത് കളക്ട് ചെയ്ത് ശേഖരിച്ച് വയ്ക്കുന്നത്. എന്ത് പ്രോസസ്സിലൂടെ? ക്രയോ പ്രിസർവേഷൻ എന്ന പ്രക്രിയയിലൂടെ. വാട്ട് ഈസ് ക്രയോ പ്രിസർവേഷൻ? ദ പ്രോസസ് ഓഫ് പ്രിസർവേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഇൻ ലിക്വിഡ് നൈട്രജൻ under -196 degree Celsius in pollen banks is known as what? Cryopreservation. Okay, thank you.